ഹലോ നമസ്കാരം, എല്ലാവർക്കും ചില്ലുജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. സാംസങ്ങിൻ്റെ HBL 601 601 എന്നുള്ളൊരു ഫിൽട്രേഷനാണ്, ഹാങ് ഓൺ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന സാംസങ്ങിൻ്റെ തന്നെ HBL 501 എന്നുള്ള ഒരു ഫിൽട്രേഷനേക്കാളും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. വിലയിൽ വലിയ വ്യത്യാസമില്ല. അപ്പം ഈ ഒരു സിസ്റ്റം കുറച്ചും കൂടെ അഡ്വാൻസ്ഡാണ്. അപ്പം നമുക്കിത് പ്ലാന്റഡ് ടാങ്കിൽ യൂസ് ചെയ്യാൻ ഏകദേശം ഒരു 80 ലിറ്റർ ടാങ്കിലൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യുന്നതായാലും ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ അതിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസങ് ഹാങ് ഓൺ ഫിൽറ്റർ HBL 601. എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും അതിൻ്റെ ഇമ്പല്ലർ, ആ ഒരു മോട്ടോർ സിസ്റ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ പാർട്സിൻ്റെയും നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വരിക എന്നുള്ളതൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കത് പുറത്തെടുത്ത് കാണാം. സക്ഷൻ വാൽവ് വരുന്ന ഒരു ട്യൂബാണത്, വെള്ളം സക്ക് ചെയ്ത് നിൽക്കുന്ന ഭാഗം. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് 2 ഫിൽട്രേഷനായിട്ടാണ് വരുന്നത്. ഒന്ന് കാർബണിൻ്റെ, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും ആണ് വരുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഉള്ള ഒരു ഫീച്ചറാണിത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടാങ്കിൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു ഫ്ലോയുടെ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്ന 501ൻ്റെ അതിനകത്ത് ഇല്ല. അപ്പോൾ ഇതാ ഒരു വെള്ളം ഫ്ലോ ആയിട്ട് ഒഴുകുന്ന ഒരു ഭാഗമാണ്. അത് സെപ്പറേറ്റ് ആണ്. നമ്മളത് ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. അത് ഈസിയാണ്. ജസ്റ്റ് ഒരു ഹോള് പോലെ ഉണ്ട്, അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫിൽറ്റർ വരുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഗ്രൂവ് ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഫുൾ ഗ്രൂവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ വരുന്നത് കാർബൺ പെല്ലറ്റ്സ് വരുന്ന ഒരു ഭാഗം. അത് വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിതൊരു പ്ലാന്റഡ് ടാങ്കിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റഡ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുള്ളവരൊക്കെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ തന്നെ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.